അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ രസകരമായ ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 278ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിക്കുകയാണ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. കാനത്ത് ബനു ഇസ്രായീല യഗ്തസിലൂന ഉറാത്തൻ, ഇസ്രായേലിൽ കുളിക്കുമ്പോൾ നഗ്നരായിട്ടാണ് കുളിക്കുക, ഔറത്ത് മറക്കാതെയാണ് കുളിക്കുക. എന്തൊരു ബാലുഹും ഇലാ ബാലിൻ, ഔറത്ത് മറക്കാതെ കുളിക്കുമ്പോൾ ഉണ്ടാണ് അവസ്ഥ പിന്നെ അറിയാലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കണ്ടുമൊക്കെ കുളിക്കും. ഒന്നിരിക്കൽ അവരുടെ ഒരു ശരീരത്തിൽ അതൊരു പ്രശ്നമല്ലായിരിക്കാം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമികൾ അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിൽ അത് തെറ്റൊക്കെ ആണെങ്കിലും അവര് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾ ധിക്കരിച്ച് ശരീരത്തിനെതിരായി ചെയ്യുന്നതായിരിക്കാം. ഏതായിരുന്നാലും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്തിലേക്കൊക്കെ നോക്കി നഗ്നരായി കുളിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ വക്കാന മൂസ യഗ്തസിലു വഹദ, മൂസാ നബി അലൈഹി ഇസ്ലാം ഒറ്റക്കാണ് കുളിക്കാറുള്ളത്. ഇവരുടെ കൂട്ടത്തിൽ കൂടി കുളിക്കാറില്ല. ഇത് ഏതാ രംഗം എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിന് വഹി കൊടുത്തു അല്ലാഹു തആല. മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വന്ന് താമസാക്കിയതാ. അവര് മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തായിരുന്നു ആദ്യം താമസാക്കിയിരുന്നത്. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിൽ എറിയപ്പെട്ട് അത് ഉക്കാല ചന്തയിൽ വിൽപ്പന നടത്തി. വലീദ് ഇബ്നു റയ്യാൻ എന്ന ഭരണാധികാരി ഇസ്ലാമിക ഭരണം നടത്തുന്ന കാലത്ത് ഈജിപ്തിലെത്തി. പിന്നീട് അവിടുത്തെ ഭരണം നടത്തുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഒറ്റയ്ക്ക് കുളിക്കുന്നത് കണ്ടപ്പോൾ ബനു ഇസ്രായേലിൽ പറഞ്ഞു, അല്ല മൂസാ നബി എന്താ ഒറ്റയ്ക്ക് കുളിക്കുന്നത്? അതിലെന്തോ കാര്യമായൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോ അവര് പറഞ്ഞു, മൂപ്പർക്ക് പാനിയുടെ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു. പാനിയുടെ അസുഖം? പാനി എന്ന് പറഞ്ഞാൽ ഈ വൃഷ്ണമണി വളർന്ന് വലുതായി തൂങ്ങുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോടൊപ്പം പരസ്യമായി ഇതുപോലെ കുളിക്കാൻ വരാത്തത് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കിംവദന്തി പറഞ്ഞു പരത്തി. യഥാർത്ഥത്തിൽ മൂസാ നബി ശരീരത്തിനെ സൂക്ഷിച്ച മഹാനവറുകള് ലജ്ജയുള്ള ആളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുറിച്ച് പറഞ്ഞില്ലേ, ഒരു കന്യകത്വം നഷ്ടപ്പെടാത്ത ഒരു പെണ്ണിന്റെ ലജ്ജ എത്രയാണ്, അതിനേക്കാൾ വലുതായിരുന്നു നമ്മുടെ നബിയുടെ ലജ്ജ. അത് എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണല്ലോ. സംസ്കാരമുള്ളവർക്കല്ലേ ലജ്ജ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് എന്താ ഉണ്ടാവുക? ഈമാനുള്ളവർക്കേ സംസ്കാരം ഉണ്ടാവുള്ളൂ, സംസ്കാരമുള്ളവർക്കേ ലജ്ജ ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ കാര്യം. ഏതായിരുന്നാലും ഫഖാലു, അവർ പറഞ്ഞു, വല്ലാഹി മാ യംനഉ മൂസ അൻ യഗ്തസില മാന ഇല്ല അന്നഹു ആദർ. മൂസാ നബി നമ്മളോടൊപ്പം കുളിക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് ആദറുണ്ട്, വൃഷ്ണമണിയുടെ അസുഖമുണ്ട്. ഫദഹബ മർറത്തൻ യഗ്തസിലു, ഒരു ദിവസം മൂസാ നബി അലൈഹി ഇസ്ലാം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിക്കാൻ ഒരുങ്ങി. ഫവദഅ സൗബഹു അലാ ഹജരിൻ, അപ്പൊ മൂപ്പരുടെ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു. അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോ സാധാരണ ധരിക്കുന്ന വസ്ത്രം എന്ത് ചെയ്യും? അഴിച്ച് എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെക്കും. എന്നല്ല ഇപ്പൊ ഈ ഷവറും കുളിറൂമും അല്ലേ, ഡ്രസ്സിംഗ് റൂമും എന്ന് പറഞ്ഞിട്ട് റൂം വേറെ, പിന്നെ ഒരു ബാത്റൂം വേറെ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? കുളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് അങ്ങ് പോകും. കുളിക്കാനുള്ള റൂമൊന്നും വീട്ടിലൊന്നും ഇല്ലല്ലോ, അതൊക്കെ ഇന്നല്ലേ. പഴയ കാലത്ത് വീട്ടിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയും ബാത്റൂമിൽ പോകാൻ വേണ്ടിയും ഒക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. എന്ന് പുറത്ത് കളിക്കുന്ന കുട്ടികൾ ഉമ്മാ മൂത്രമൊഴിക്കണമെന്നും പറഞ്ഞാലേ കാഷ്ടിക്കണമെന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് ഓടി ഇങ്ങോട്ട് കയറും. ഏമനാളാകുമ്പോ എല്ലാം തല കുത്തനെ വരണമെന്നാണല്ലോ. അപ്പൊ അതങ്ങനെ. അപ്പൊ ഏതായിരുന്നാലും യാത്രയില് കുളിക്കാൻ വേണ്ടിയിട്ട് സാധാരണ റെഗുലറായി ധരിച്ചിട്ടുള്ള ആ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് ഒരു പാറന്റെ മേലെ വെച്ചു. കുളിക്കുമ്പോൾ ഒരു നേരത്തെ മുണ്ട് മതിയല്ലോ. മുണ്ട് എടുത്തു എന്നും എടുത്തില്ല എന്നും ഒക്കെ വിശദീകരണങ്ങളുണ്ട്. ഏതായാലും മുണ്ട് എടുത്തു എന്ന് നമ്മൾ പറയാം. അങ്ങനെ മഹാനവറുകൾ നല്ല പോലെ കുളിച്ച് വൃത്തിയായി കയറിയപ്പോ അദ്ദേഹത്തിന്റെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ
വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിരുന്നൊരു പാറയുണ്ടായിരുന്നു. ഈ പാറ എന്ത് ചെയ്തു? ഒരൊറ്റ ഓട്ടം വസ്ത്രം കൊണ്ട് പാറ ഓടി. മഹാനവറുകളുടെ മുഅ്ജിസത്ത് അവിടെ പ്രകടമാവുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം പാറയുടെ പിന്നിലോടി. ഫഖറജ മൂസ ഫി ഇസ്രിഹി യഖൂലു സൗബി യാ ഹജർ, കല്ലേ കല്ലേ, എന്റെ വസ്ത്രം കല്ലേ എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം കുട്ടികളെ തുമ്പി പിടിക്കാൻ പോവല്ലോ. അപ്പൊ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെന്നിട്ട് ആണ് പാറും. പിന്നെ അടുത്ത് പോയിട്ട് ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചാണ്ട് എന്നും ഒരു പാറും. എന്നാ മാതിരി കല്ല് ചെല്ലുമ്പോ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ പോയി അവസാനം എവിടെ എത്തിയ നിരങ്ങൾ ഒരു ഉള്ളിയും തക്കാളിയും വാങ്ങണ കമ്പോളത്തിലെത്തി. അപ്പൊ തന്നെ ആളുകളെല്ലാം നിറഞ്ഞു നിൽക്കുക കല്ലിന്റെ ബാക്കിൽ. മൂസാ നബി അലൈഹി സ്വലാം ഒരു മുണ്ടും എടുത്തിട്ട്, സംഗതി അള്ളാഹു തആലാക്ക് മൂപ്പർക്ക് ഇങ്ങനെ ഒരു അസുഖം ഇല്ലാന്ന് വെളിപ്പെടണം. അതിപ്പോ അങ്ങനെ ഒരു അസുഖമുള്ള ഒരാൾക്ക് ഓടാൻ കഴിയില്ല. ഇനി നനഞ്ഞൊരു മുണ്ടെടുത്താൽ തന്നെ മൂപ്പരുടെ സത്യാവസ്ഥ എന്താന്ന് വെളിവാകുമല്ലോ. അതിപ്പോ ഇവിടെ വെളിവായി. ഇനി കാണാൻ ബാക്കി ആരുമില്ല. മനസ്സിലായില്ലേ? ഹത്താ നദറത്ത് ബനു ഇസ്രാഈല ഇലാ മൂസാ നബി അലൈഹി സ്വലാമിനെ എല്ലാരും കണ്ടു. ഫഖാലു, അവർ പറഞ്ഞു, വല്ലാഹി മാ ബി മൂസാ മിൻ ബഅസി, മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല. ഒരു കിംവദന്തി അവിടെ ഒഴിവായി. അല്ലാഹു തആല ഈ ഒരു രംഗം, അതായത് മൂസാ നബി അലൈഹി സ്വലാമിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന ഈ ഒരു കിംവദന്തി ഒഴിവാക്കാൻ അള്ളാഹു എടുത്ത ഒരു ശൈലിയാണിത്. മനസ്സിലായില്ലേ? ഇവിടെ തീരെ വസ്ത്രം എടുക്കാതെയാണ് കുളിച്ചതെന്നും അങ്ങനെയാണ് ഓടിയത് എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഏതായിരുന്നാലും വസ്ത്രം എടുത്ത്, അഥവാ സാധാരണ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോക്കൽ മുണ്ട്, തോർത്തുമുണ്ട് അല്ലേ, അത് എടുത്ത് മഹാനവറുകൾ ഓടി എന്ന അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് പ്രവാചകനാവുമ്പോൾ അത് ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായില്ലേ? അത് മതിയല്ലോ. അള്ളാഹു തആല മഹാനവറുകൾക്ക് രോഗമില്ല എന്ന് വ്യക്തമാക്കാൻ ഒരു തോർത്തുമുണ്ട് എടുത്താൽ തന്നെ അത് നനയുകയും ചെയ്താൽ സംഗതി ഏകദേശം ഒരു എക്സ്റേ എടുത്താൽ മാതിരിയാവും അത്. അപ്പൊ അതുകൊണ്ട് വാഖദ സൗബഹു, പിന്നിട്ട് അവിടെ നിന്നാണ് മൂപ്പര വസ്ത്രം എടുത്തത്. മഹാനവര് ദേഷ്യം കൊണ്ട് ആ പാറക്കല്ലിൽ അടിച്ചു. 5-6 അടി അങ്ങ് അടിച്ചു, 6-7 അടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാഹി ഇന്നഹു ലനദബും ബിൽ ഹജർ, ഹജറില് മഹാനവർ ശക്തമായ പ്രഹരം കൊടുത്തു. ഹജറിൽ അതിന്റെ കാരണം കൊണ്ട് പാണ്ടുണ്ടായി എന്ന അടയാളം രേഖപ്പെട്ടു. നല്ല ആരോഗ്യവാനായിരുന്നു. 6 ഔ 7 6-7 ദർബം ബിൽ ഹജരി, കല്ലിലുള്ള അടിയുടെ കാരണം കൊണ്ട് അതിന്റെ അടയാളം രൂപപ്പെട്ടു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ 278ാമത്തെ ഹദീസായി ഉദ്ധരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉരയാനായിട്ട് കുളിക്കാം, വസ്ത്രമില്ലാതെ കുളിക്കാം എന്ന് അത് ഫുഖഹാവ് പറയുന്നുണ്ടല്ലോ. മഹാനവറുകൾ കുളിക്കാൻ വേണ്ടി ഒന്നും ഉടുത്തില്ല എന്ന് പറയുന്ന അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ശരീരത്താല അങ്ങനെയാണ്. കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വസ്ത്രം ഉടുക്കാതെ വേണമെങ്കിൽ കുളിക്കാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? വസ്ത്രം അവരത്ത് മറച്ചുകൊണ്ട് കുളിക്കുന്നവരോടാണ്. അത് വേറെ കാര്യം. ഇപ്പോഴും പ്രത്യേകിച്ച് പറയാം, 2 തോർത്ത് വേണമെന്ന്, ഒന്ന് മറക്കാനോ ഒന്ന് ഇതാക്കാനോ ഒക്കെ. അതാണ് എന്റെ സൂക്ഷ്മത. പണ്ടൊരു നിരീശ്വരവാദി ചോദിച്ചു, പിന്നെ നിങ്ങള് ഉടുക്കാതെ നിസ്കരിച്ചാൽ, ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് ഉടുക്കാതെ നിസ്കരിച്ചാൽ എന്താ പ്രശ്നം? ആരും കാണൂലല്ലോ. അല്ലാഹു അല്ലേ കാണുള്ളൂ. ഓനിപ്പോ ഉടുത്താലും ഉടുത്തില്ലെങ്കിലും കാണൂല്ലോ. പിന്നെന്തിനാണ് ഉടുക്കുന്നത്? അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു, അള്ളാഹു ഉടുത്തതായിട്ട് കാണാൻ വേണ്ടിയാണ് ഉടുക്കുന്നത്. അള്ളാഹു തആല എന്ത് കാണണം? നമ്മൾ വസ്ത്രം ഉടുത്തതായിട്ട് കാണണം. അല്ലെങ്കിൽ എന്താ കാണാം? ഉടുക്കാത്തതായിട്ട് കാണും. അതല്ലേ തെറ്റ്? മനസ്സിലായില്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞത് മാതിരി നമ്മൾ ചെയ്താൽ മതി. ഏതായിരുന്നാലും ഇതിലെ രണ്ടാമത്തെ പാഠം, പിന്നെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഔറത്തിലേക്ക് നോക്കാം. അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഔറത്തിലേക്ക് നോക്കാം. മഹാനവറുകൾ മൂസാ നബി അലൈഹി സ്വലാം സത്യം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്ത് ആ കല്ലിലടിച്ചത്. അപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ സത്യം ചെയ്യണമെന്നല്ല, ചെയ്യാം. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത് ഒരു കല്ലിലൂടെ പ്രകടമായി. ഒരു പ്രവാചകന്റെ മുഅ്ജിസത്ത് അചേതനമായ വസ്തുക്കളിലൂടെ വേണമെങ്കിൽ അതും പ്രകടമാകും അല്ലേ?
അതുകൊണ്ടാണല്ലോ കല്ല് ഓടിയത്. ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്താൽ മതി, യാ ഹജർ, ഓ കല്ലേ, ഓ കല്ലേ, ഇങ്ങനെയൊക്കെ വിളിച്ചത് എന്തുകൊണ്ടാ? മുഅ്ജിസത്താണത്. മനസ്സിലായില്ലേ? മാത്രമല്ല എല്ലാ അയബുകളിൽ നിന്നും സുരക്ഷിതരായ നിലയ്ക്ക് അള്ളാഹു തആല പ്രവാചകന്മാരെ സൃഷ്ടിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അയബുണ്ട് എന്ന് പറഞ്ഞു വരുത്തിയത് തിരുത്തണമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. അതിനാണ് ഈ ശൈലി അള്ളാഹു തആല തിരഞ്ഞെടുത്തത്. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.